ഈ മനുഷ്യനെന്ന് പറയുന്ന ജീവി ജനിച്ച് വളർന്ന് മരിക്കുന്നതിനിടയ്ക്ക് ഈ പ്രപഞ്ചത്തിന് വേണ്ടി എന്തെങ്കിലും സംഭാവന ചെയ്യണം. അതിൽ ഒന്ന് സംഭാവന ചെയ്യുകയും അതോടൊപ്പം മനുഷ്യൻ ബുദ്ധിയുള്ള ഒരു ജീവിയായതുകൊണ്ട് അവന് വേണ്ടി ചില കാര്യങ്ങൾ ചെയ്യുകയും വേണം. ഒന്ന്, ഈ പ്രപഞ്ചത്തിന് വേണ്ടി അവൻ ചെയ്യണം. രണ്ട്, അവനവന് വേണ്ടി ചില കാര്യങ്ങൾ ചെയ്യണം. ഈ രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് മനുഷ്യൻ ഈ ഭൂമിയിൽ ജീവിക്കുന്നത്. ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. ഒന്ന്, പ്രപഞ്ചത്തിന് വേണ്ടി എന്ത് ചെയ്യുക എന്ന് പറഞ്ഞാൽ, ഉദാഹരണം പറഞ്ഞാൽ, ഒരു 200 കൊല്ലം മുമ്പ് ജീവിച്ച ഒരു മനുഷ്യൻ ചില കണ്ടുപിടുത്തങ്ങൾ നടത്തുകയോ ചില സാങ്കേതിക വിദ്യകൾ വികസിപ്പിക്കുകയോ ചില കലകൾ രൂപപ്പെടുത്തുകയൊക്കെ ചെയ്തതിൻ്റെ തുടർച്ചയാണ് പിന്നീട് വന്ന മനുഷ്യർ ചെയ്തത്, അല്ലേ? അതിനുശേഷം വന്നവർ അതിനെ കുറച്ചുകൂടെ വളർത്തുകയാണ് ചെയ്തത്. ഇപ്പോൾ ടെലിവിഷൻ ഇൻഡസ്ട്രിയിൽ തന്നെ എനിക്ക് തൊട്ട് മുമ്പ് വരെ ചെയ്ത ആളുകൾ ചെയ്തതിനെ അല്പം കൂടെ വേറൊരു രൂപത്തിലാക്കിയാണ് ഞാൻ സഫായി പോലെ ഒരു സാധനം ഉണ്ടാക്കിയത്. അപ്പം ഞാൻ ആ ഇൻഡസ്ട്രിയുടെ ഒരു മേഖലയിലെ ഒരു വളർച്ചയ്ക്ക് ഒരു കോൺട്രിബ്യൂട്ട് ചെയ്യുക ചെയ്തത്. അതിലൂടെ യാത്രികൻ എന്ന നിലയിലും മലയാളി യാത്ര ചെയ്യാൻ തുടങ്ങുന്ന ഒരു കാലത്ത് അവനെ യാത്രയുടെ ചില പാഠങ്ങൾ പഠിപ്പിക്കുകയും അവനെ പുതിയൊരു യാത്രാ സംസ്കാരമുള്ളവനാക്കി മാറ്റുകയും ചെയ്യുന്ന എൻ്റെ ചെറിയ കോൺട്രിബ്യൂഷൻ ചിലവുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ സമൂഹത്തിന് ഞാൻ എൻ്റേതായ ഒരു കോൺട്രിബ്യൂഷൻ കൊടുക്കുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്ന പോലെ ഓരോ മനുഷ്യനും അങ്ങനെ ഈ സൊസൈറ്റിക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ട്. ഇത് ചെയ്ത് തീർത്തിട്ട് പോകുക എന്നുള്ളതാണ് ഒന്നാമത്തെ ദൗത്യം.